ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സാഹോദര്യത്തിൽ ജീവിക്കാൻ നമ്മെ നിരന്തരം ആഹ്വാനം ചെയ്യുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലൂക്കാ സുവിശേഷം 1 അധ്യായം 57-58 വാക്യങ്ങൾ. ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സസ് 57 and 58. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. ഈശോയുടെ പിറവിയുമായി ബന്ധപ്പെട്ട രംഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്നാപക യോഹന്നാന്റെ പിറവി. സ്നാപക യോഹന്നാനെ എലിസബത്ത് പ്രസവിച്ചപ്പോൾ ആ വാർത്ത അറിഞ്ഞ് അയൽക്കാരുടെയും ബന്ധുക്കളുടെയും പ്രതികരണം ഇത്ര സുന്ദരമായ ഒരു രംഗം. വന്ധ്യയായ വൃദ്ധയായ എലിസബത്തിന് ഒരു മകൻ പിറന്നു എന്നറിഞ്ഞ് അയൽക്കാരും ബന്ധുക്കളും അതിനെ വ്യാഖ്യാനിച്ചത് കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു. പോരാ, അടുത്ത തലത്തിലേക്ക് അവർ ഉയരുകയാണ്. എലിസബത്തിനോടൊപ്പം അവർ സന്തോഷിക്കുന്നു. നമുക്കുള്ള ഒരു വലിയ പ്രബോധനം കിടപ്പുണ്ട് ഇതിൽ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാകുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ മാറിത്തുടങ്ങുമ്പോൾ അതിനെയൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് ഈ ഒരൊറ്റ വാക്കിൽ: കർത്താവ് അവരോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു. അതിനുശേഷം നമുക്കുണ്ടാകേണ്ട നിലപാട് അവരോടൊത്ത് സന്തോഷിക്കുക. സങ്കടപ്പെടുന്നവരുടെ കൂടെ സങ്കടപ്പെടാൻ നമുക്കൊക്കെ കഴിയും. കാരണം അപ്പോഴും നമ്മളാണല്ലോ സുപ്പീരിയർ, അവർ ഇൻഫീരിയർ ആണല്ലോ. അതേസമയം സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുക അത്ര എളുപ്പമല്ല. കാരണം എന്താ? അവരാണ് അവിടെ സുപ്പീരിയർ, നമ്മൾ റാദർ ഇൻഫീരിയർ ആണ്. മറ്റുള്ളവരുടെ സന്തോഷങ്ങളോട് നമ്മുടെ സുഹൃത്തുക്കളാകാം, നമ്മുടെ കൂടപ്പിറപ്പുകളാകാം, നമ്മുടെ അയൽപക്കത്തുള്ളവരാകാം, നമ്മോടൊപ്പം ജോലി ചെയ്യുന്നവരാകാം, നമ്മോടൊപ്പം പഠിക്കുന്നവരാകാം, അവരുടെ സന്തോഷങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം എന്താണെന്ന് ആത്മശോധന ചെയ്യണം. ഒരല്പം അസൂയയുടെ ഒരു വിഷവേര് നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുന്നുണ്ടോ എന്ന് എപ്പോഴും ചോദിക്കണം. ചുറ്റുമുള്ളവരുടെ സങ്കടങ്ങളെ വിലയിരുത്താൻ ഏറ്റവും നല്ല വാക്കിതാണ്: ദൈവം അവരോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു. ഒപ്പം ഒരു ശൈലിയും അവരോടൊപ്പം സന്തോഷിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടങ്ങൾ എനിക്ക് പ്രാർത്ഥനയുടെ വിഷയമാകട്ടെ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ എനിക്കും സന്തോഷത്തിൻ്റെ കാരണമാകട്ടെ. കർത്താവേ, മറ്റുള്ളവരുടെ നന്മകളിൽ, അവരുടെ വിജയങ്ങളിൽ, അവരുടെ സന്തോഷങ്ങളിൽ തെല്ലുപോലും അസൂയപ്പെടുകയോ അസ്വസ്ഥപ്പെടുകയോ ചെയ്യാതെ നീ അവരോട് കാണിക്കുന്ന കാരുണ്യത്തെ തിരിച്ചറിയാനും അവരോട് ചേർന്ന് സന്തോഷിക്കാനും എന്നെയും പഠിപ്പിക്കണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ ചൊരിയുന്ന കാരുണ്യത്തെ തിരിച്ചറിയാൻ അത്തരം നേരങ്ങൾ എന്നെ സഹായിക്കട്ടെ. ഇന്നത്തെ എല്ലാ പരിശ്രമങ്ങളെയും കർത്താവിൻ്റെ വലിയ കാരുണ്യത്തിന് വിട്ടുകൊടുക്കാം. നമ്മുടെ ചുറ്റും സങ്കടപ്പെടുന്നവരെയും സന്തോഷിക്കുന്നവരെയും കർത്താവിന് സമർപ്പിക്കാം. സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും സന്തോഷിക്കുന്നവരെ പ്രതി കർത്താവിൻ്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തിയും അവരോട് ചേർന്ന് സന്തോഷിച്ചും നമുക്ക് ഈ ദിവസം ചെലവഴിക്കാം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.